Hello guys, so in the window boho painting which technically we use very light colors. So I'm taking a water and paint on the I have my compass and the things right there. So let's start doing. Very simple. So I'm taking a compass and I have my book here. Compass ഞാൻ ഈ പേജിൻ്റെ ഈ ഒരു കോർണറിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് ഐ എം ജസ്റ്റ് ഡ്രോയിങ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് ഡാർക്കൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇത് കൊടുത്തു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഞാൻ അതേ ലെങ്ത്തിൽ മെഷർമെൻറ്റ് മാറ്റുന്നില്ല, ഒരു സർക്കിൾ കൊടുത്തു. ഇനി പേജിനെ കുറച്ചും കൂടി ഇപ്പുറത്താക്കിയിട്ട് കുറച്ചും കൂടി വലിപ്പത്തിലൊരു സർക്കിൾ. ആൻഡ് ഇവിടെ again ഒരു ഫുൾ സർക്കിൾ കട്ട്, കാരണം അവിടെ സ്ഥലമുള്ളത് കൊണ്ട് ഇവിടെ കോർണറിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തു. പിന്നെ ഇവിടെ ഒരു ഫുൾ ഔട്ട് ആൻഡ് ഫുൾ ഇൻ അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഭാഗം നമ്മളിങ്ങനെ കൊടുത്തു. ഈ ഒരു കോർണറിലും മതി, ഇത്രയും കൊടുക്കാം. അപ്പോൾ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഗോണ ലുക്ക്. കണ്ടോ ഇവിടെയൊക്കെ എത്രയൊക്കെ സർക്കിൾസ് വരുന്നുണ്ട്. ഇന്ന് ഞാൻ ഡോംസിൻ്റെ ഈ രണ്ട് കളർ കോമ്പിനേഷൻസാണ് യൂസ് ചെയ്യുന്നത്. ഡോംസിൻ്റെ സീരീസിലുള്ള ഈ രണ്ട് കളർ കോമ്പിനേഷൻ. നിങ്ങൾക്ക് വാട്ടർ കളർ പാലറ്റ് ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ഷെയ്ഡ് ഓഫ് ഓറഞ്ച് ആൻഡ് എ ഷെയ്ഡ് ഓഫ് യെല്ലോ. നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദിസ്. ഓക്കെ, നൗ ഐ ഹാവ് മൈ ബ്രഷ്, എൻ്റെ ക്ലോത്ത് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് എപ്പോഴും ഒരു ബോഹോ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ആവശ്യം വരെ. സോ ഐം ടേക്കിംഗ് ഓറഞ്ച്. ഐ എം സ്റ്റാർട്ടിങ് ടുവേർഡ്സ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഐ ഹവ് ടേക്കൺ ഓറഞ്ചും വാട്ടറും കുറച്ച് മിക്സ് ചെയ്തു. ഈ ഒരു പോർഷനിലാണ് ഐ എം ഗിവിങ് ഓറഞ്ച്. എപ്പോഴും സൂക്ഷിക്കുക, നമ്മൾ ബോഹോ പെയിൻറ്റിങ് ബോഹോ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സൂത്തിങ് ആയ കളേഴ്സാണ് റാദർ ദാൻ ഡാർക്ക് കളേഴ്സ്. ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന കളേഴ്സ് ഇല്ലേ, ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്, യെല്ലോൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. സോ യു വിൽ ഗെറ്റ് ബെറ്റർ ഓവർ ദി ടൈം. പതുക്കെ ശരിയാവും നിങ്ങൾ ചെയ്യുന്ന കളേഴ്സും ആ ഷെയ്ഡിങ്ങും എല്ലാം. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്, അതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടും. സോ അപ്പം ഞാൻ ഇവിടെ യെല്ലോ ആയിരിക്കും കൊടുക്കുക. സോ ലെറ്റ് മീ ഫിനിഷ് ഓറഞ്ച് ഫസ്റ്റ്. ആൻഡ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓറഞ്ച് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഞാൻ ഇതിലാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അല്ല, എൻ്റെ ബ്രഷിൽ ഓറഞ്ച് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഞാൻ എടുത്തതിന് ശേഷമാണ് ഐ എം ഗിവിങ് ദ നെക്സ്റ്റ് സ്ട്രോക്ക്. അത് പിന്നെയും നെക്സ്റ്റ് പോയിട്ട് ഡിപ്പ് ചെയ്യുന്നത് ആ ബോർഡറിലേക്ക് വരുന്നതെല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു കണ്ടോ. ഓക്കെ, ഞാൻ 100% ഷുവർ അതിലുള്ളത് കഴിഞ്ഞു എന്നുള്ളത്. ഇനി ഞാൻ കുറച്ച് വെള്ളം ഡിപ്പ് ചെയ്തു. ആൻഡ് ഐ എം ടേക്കിങ് ഇങ്ങനെ ഇവിടെ ഓൾറെഡി കുറച്ച് പെയിൻറ്റ് എക്സസ് ആയിട്ടുണ്ട്. സോ ഞാൻ അതിനിങ്ങനെ വലിച്ച് താഴേക്ക് കൊണ്ടുവന്നു. ആൻഡ് ദെൻ ഐ എം ഗിവിങ് ഇറ്റ് പതുക്കെ ഇങ്ങനെ സ്ട്രോക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് മതി, ഭയങ്കര ഡാർക്കാണ്. അക്രിലിക് യൂസ് ചെയ്യുന്നവർ മേക്ക് ഷുവർ യു മിക്സ് യുവർ പെയിൻറ്റ്. നന്നായി പാലറ്റിൽ പെയിൻറ്റ് വൈറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ചെയ്യാം. സെയിം തന്നെയാണ് ട്യൂബ്സ്, വാട്ടർ കളർ ട്യൂബ്സ് യൂസ് ചെയ്യുന്നതിലും നിങ്ങളുടെ കൺസിസ്റ്റൻസി കൂടാൻ സാധ്യതയുണ്ട്. സോ മാക്സിമം വാട്ടറിൽ നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഈ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ യെല്ലോ ആയിരിക്കും, ഇവിടെ നമുക്ക് യെല്ലോ കൊടുക്കാം. വിൽ ഗോ ഫോർ an orange here also. ഇങ്ങനെ കൊടുത്തു.
ഇങ്ങനെ ചെയ്ത് പതുക്കെ കൊടുത്തു. ഇനി നമുക്ക് ബോട്ടം പാർട്ട് മെഷർ ചെയ്യാം. ഇങ്ങനെ മുകളിൽ നിന്നൊക്കെ വലിച്ച് എക്സസ് പെയിൻറ്റ് എവിടെ ഉണ്ടോ ആ പെയിൻറ്റിനെ നമുക്ക് പെയിൻറ്റ് ഇല്ലാത്ത ഭാഗത്തേക്കൊക്കെ വലിച്ച് ഇങ്ങനെ പതുക്കെ സ്മൂത്ത് ചെയ്ത് ഈവനായിട്ട് ഇങ്ങനെ കൊടുക്കുക. അതേപോലെ വെള്ളം ഉണ്ടാകുമ്പോഴാണ് വാട്ടർ കളറിന് ആ ഒരു സൂത്തിങ് എഫക്ട്സ് വരുള്ളൂ. അതെ, കണ്ടോ? നമുക്ക് 3 ഓറഞ്ചായി. സോ വി ഡൺ വിത്ത് ഓറഞ്ച്. ഇനി എല്ലാം നമ്മൾ പോകുന്നത് യെല്ലോ കളറിലേക്കാണ്. സോ ക്ലോസിങ് ദി ഓറഞ്ച്, ഐ ആം ഓപ്പണിങ് ദി യെല്ലോ ടാബ്. ഇതൊരു ഇത്തിരി ഫ്ലൂറോ ടൈപ്പ് യെല്ലോ ആണ്, ഒരു ഗ്രീനിഷ്, വാട്ടറി ഗ്രീനിഷ്. അപ്പം നമ്മൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു യെല്ലോ ഫിൽ ചെയ്ത് കൊടുക്കാം. കൊടുത്തു. ദിസ് ഇസ് കംപ്ലീറ്റ്. നമ്മൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓറഞ്ച് കണ്ട് ഇതാവണ്ട, അത് ഞാൻ മുന്നേ ചെയ്തൊരു പെയിൻറ്റിങ്ങിൻ്റെ ഈ പെയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് പേജ് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിപ്പോയില്ലേ. ഇത് ബുക്കാണ്, എൻ്റെ ഡ്രോയിങ് ബുക്കാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ്. തൽക്കാലം നമുക്ക് ഈ ഒരു യെല്ലോ വെച്ചിട്ട് തന്നെ അത് കവർ ചെയ്ത് കൊടുക്കാം. അത് ഇഗ്നോർ ചെയ്തോളൂ, അത് പഴയ പെയിൻറ്റിങ്ങിൻ്റെത് ഈ പേജിലോട്ട് ഇറങ്ങി വന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, ഇതിങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തെ പേജിലോട്ട് വരും. സോ അത് ഇഗ്നോർ ചെയ്തോളൂ, അവിടെ ഒന്നുമില്ല. ഇനി അവിടെ മിക്സായി അല്ലെങ്കിൽ അവിടെ ഓറഞ്ച് ഒരു ലൈൻ കൊടുക്കണമെന്ന്. അപ്പോൾ നമുക്കത് 2 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഈ ഒരു ഇനി വെരി ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഇത് ഹോൾ സെക്ഷൻ കണ്ട് ഇങ്ങനത്തെ ഡോട്ട്സ് വരും. ഇന്നത്തെ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പെറ്റൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. ഇതൊക്കെ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പൊസിഷനിങ് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു എൻഡ് പോയിൻ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ എൻഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ യെല്ലോൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് നീങ്ങിയിട്ട് ഐ എം ജസ്റ്റ് ഡ്രോയിങ് ബിഗ് ഒരു ലൈൻ വരച്ചു. ഇനി ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പോലെ കുറച്ച് ഇറഗുലർ ഷേപ്പായിട്ടുള്ള ഒരു പെറ്റൽ, വലുതാണ് വരയ്ക്കുന്നത് കേട്ടോ, ചെറുതല്ല. എന്നിട്ട് അതിൻ്റെ ഒരു പെറ്റൽ ഓറഞ്ചിൻ്റെ സൈഡിൽ കൂടെ വന്നു, വേറൊന്ന് ഇങ്ങനെ വന്നു, ഇനി വേറൊന്ന് ഈ യെല്ലോൻ്റെ ഇപ്പുറത്തൂടെ വന്നിട്ട് കണ്ടു ഇങ്ങനെ. ഇനി അടുത്തത് ഒരു ടൈനി ഇതാണ്, അത് ഈ ഒരു ഓറഞ്ചിൻ്റെ ഉള്ളിൽ, എല്ലാം ഇറഗുലർ ഷേപ്പാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ 3, 3 and 4 4 പെറ്റൽസ്. ഇനിയൊന്ന് നമ്മളിങ്ങനെ കൊണ്ടുവന്നു, അതായത് ഈ ഓറഞ്ചിനെ കവർ ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൂടെ കൊണ്ടുവന്നു. എന്നിട്ട് ഇങ്ങനെ 1, 2, 3 and 4. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വളരെ ക്യൂട്ട് ആൻഡ് ഷോർട്ടാണ്. ഇനി നമുക്കിതിനെ ഒന്ന് ഡാർക്കൻ ചെയ്യണം. ഡാർക്കൻ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഐ എം ഗോയിങ് ടു യൂസ് കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു പെന്നുണ്ട് എൻ്റെ കയ്യിൽ. ദിസ് ഇസ് പിഗ്മെൻറ്റഡ് ഇങ്കാണ്.
ഇത് നിങ്ങൾക്ക് ഞാൻ പിന്നെ വാങ്ങിക്കാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് യു ക്യാൻ യൂസ് ഫോർ ദ ടൈം ബീങ് നിങ്ങളുടെ കയ്യിലുള്ള സ്കെച്ച് പെന്ന് യൂസ് ചെയ്യാം. സ്കെച്ച് പെന്ന് യൂസ് ചെയ്തിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം കേട്ടോ ഇതിൻ്റെ മുകളിലൂടെ കൊടുത്താൽ മതി. ഇത്തിരി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളിപ്പോൾ വാങ്ങേണ്ട കാര്യമില്ല. പിഗ്മെൻറ്റഡ് ഇങ്കൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും അതൊക്കെ കണ്ടോ തീരാനായി. അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. യു ക്യാൻ ഗോ ഡയറക്റ്റ്ലി ഫോർ സ്കെച്ച് പെൻ. നല്ല ഡാർക്കായിട്ടുള്ള സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതിൻ്റെ പെറ്റൽസ് മാത്രം ഒന്ന് നല്ല ഡാർക്ക് ഷാർപ്പൻ ചെയ്ത് കൊടുത്താൽ മതി. ലെറ്റ്സ് ഡു ഇറ്റ് ഫോർ ദ സെക്കൻഡ് ഫ്ലവർ. നന്നായി ഡ്രൈ ആയതിനു ശേഷം ചെയ്യാം. എൻ്റെത് ഓൾമോസ്റ്റ് എനിക്ക് തീർക്കണം ഇതിൻ്റെ പിഗ്മെൻറ്റ്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ബീൻ എ വൈൽ സിൻസ് ഐ ബോട്ട് ദിസ്. ഈ ഫൈനൽ ഇതും കൂടെ ഉണ്ട്. ഇത്ര ഡാർക്ക് ആവാത്തത് കൊണ്ട് ഞാനത് മാറ്റുകയാണ്. I have also taken a sketch pen right now. കണ്ടോ സ്കെച്ചിൽ കൊടുക്കുമ്പോൾ നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ജെൽ പെൻ കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കാം. ഞാൻ ആദ്യം യൂസ് ചെയ്ത് മാർക്കറാണ്. മാർക്കർ പെന്ന്, നോർമൽ മാർക്കേഴ്സ് അല്ല, മാർക്കർ പെന്നുകളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ പെയിൻറ്റിങ്.